ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് മീനെ തിരിഞ്ഞ് വെച്ചു. ആവോലി മീനുണ്ട്, പിന്നെ പിലോപ്പിയുണ്ട്. അരച്ചിട്ട് മീൻ തിരുമ്മിപ്പൊടി കുറച്ചിട്ടു. എരിവുള്ള മുളക് പൊടി 3 സ്പൂണുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇടും. മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കണം. ഉപ്പും മഞ്ഞളിട്ട് ആവോലി മീൻ പിലോപ്പിക്കകത്ത് ഉപ്പും മഞ്ഞളിട്ട്. ഇനി മുളക് അരച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, മഞ്ഞൾ എല്ലാം അരച്ച് ഇട്ട് തിരുമ്മുന്നു. മീൻ മുളകൊക്കെ പുരട്ടി വറുക്കാനുള്ള മീൻ. ആവോലി മീൻ, പിലോപ്പി മീൻ എല്ലാം മുളക് തിരുമ്മി വെക്കുക. ഇതിനകത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് ഇളക്കി തിരുമ്മി ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. നാളെ തേങ്ങ വറുത്തരച്ച ചാറുകറിയുണ്ട്. ചിക്കൻ ഇത് 1 കിലോ ബീഫ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ, മുളക് അരച്ചത് ഒക്കെ ചേർത്ത് വേവിക്കാൻ വെക്കുന്നു. ഈ ഉപ്പും മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, അരപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി ഇനി വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നു. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ബീഫിന് കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കുന്നു. കറിവേപ്പില കൊണ്ട് ഇട്ട് ഈ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് വെക്കാതെ സ്റ്റീം വെയിറ്റ് വെക്കാതെ വേവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റീം വന്നു കഴിയുമ്പോൾ ഇളക്കിയിടാം. കുറച്ച് വെള്ളം പറ്റിക്കോളും. അതിനുശേഷം വെയിറ്റ് വെച്ച് 3-4 വിസിലടിച്ച് പുഴുങ്ങും. ബീഫ് കറി ചേർക്കാനുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് അരച്ച് ചേർക്കാം. ബീഫ് കുക്കറിൽ വേവിക്കാൻ വെച്ചു. വെയിറ്റ് പ്രഷർ പോയി, വെള്ളം പറ്റിയിട്ടുണ്ട്. ബീഫ് ചാറാക്കാം, വെളുത്ത ഫ്രൈ ആക്കാം. ബീഫ് വെച്ചിട്ടുണ്ട്. 3 വിസിൽ വെച്ചിട്ട് തീർത്തി സവാള ഇട്ട് വറുത്തെടുക്കുന്നു. കറിയാക്കാം, കുറച്ച് ഫ്രൈ ആക്കാം. ഉണ്ടാക്കാൻ 2 ഗ്ലാസ് അരി, കുറച്ച് ജീരകം, ഈ ചോറ്, പുളിമാവ്, തേങ്ങ, അരമുറി തേങ്ങ ഇട്ട് ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം. ഈ തേങ്ങ, ചോറ്, പുളിമാവ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അരച്ചെടുക്കണം. ചൂട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പത്തിൻ്റെ മാവ് ശരീരത്തിലേക്ക് പകർത്തിയത് നാളെ രാവിലെ അപ്പനിടണം. സബോള മൂത്ത് തുടങ്ങി. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ബീഫിട്ട് വളർത്തി വയ്ക്കാം. ബീഫ് വളർത്താനായിട്ട് കുറച്ച് മല്ലിപ്പൊടി,
ഗരം മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾ, എരിവില്ലാത്ത കാച്ചിലും ചില്ലി ഇട്ട് ഇതൊന്ന് ചൂടാക്കി പൊട്ടിച്ചെടുത്തിട്ട് ഇറച്ചിയിട്ട് ഇളക്കാം. എരിവുള്ള പൊടിയിലിട്ട് ഇതിലേക്ക് ഇറച്ചിട്ട് ഇത് തിളപ്പിക്കുന്നു. ബീഫ് തിളച്ചു. ബീഫ് കുറച്ച് ഫ്രൈ ആക്കാൻ കുറച്ച് തേങ്ങക്കിട്ട് ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഇന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. എണ്ണ ചൂടായാലും കുറച്ച് കടുകിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കുറച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടി തേങ്ങക്കൊട്ടൊക്കെ വറക്കണം. കുറച്ച് ഗ്രേവിയുള്ള ബീഫ് കറിയാക്കാൻ നേരത്ത് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം. കുറച്ച് ഉപ്പിട്ടു, കുറച്ച് ഫ്ലേക്സ് ഇടുക, ചില്ലി ഫ്ലേക്സ് ഇട്ട് പെപ്പർ പൗഡറൊക്കെ ഇട്ട് മൂപ്പിക്കണം. പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല ഇട്ട് ഇതിനകത്തുള്ള കുറച്ച് പൊടി ഇതിലിട്ടിട്ട് വറക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ച് കറിയാക്കണം. പത്തിനും കപ്പയ്ക്ക് കൂട്ടാനും ബീഫ് കറിയാക്കി. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, കപ്പയ്ക്ക്, കപ്പയുണ്ട്, അപ്പമുണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാം. ബീഫ് കറി കറിയാക്കാം. ബീഫ് കറി, ബീഫ് ഫ്രൈ, ഇത് ചോറിന് കൂട്ടാം. അപ്പം ചപ്പാത്തി ഇത് കൂട്ടാനുള്ള കറി. കപ്പ വേകാൻ അടുപ്പത്ത് വെച്ചു. കപ്പയ്ക്ക് ചേർക്കാനുള്ള മുളക്, തേങ്ങ, ഉപ്പ്, മഞ്ഞൾ, ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി ഇതൊക്കെ മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കുന്നു. കപ്പയ്ക്കുള്ള മുളക് അരച്ച് വെച്ച് വെള്ളം റെഡിയായി. അപ്പം എന്ത് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് ആവി കയറ്റി ഇളക്കാം. ഇത് ഊറ്റി മുളകിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കപ്പയ്ക്കകത്ത് വെച്ചിട്ട് അപ്പം ആവി കയറ്റാൻ വെക്കുന്നു. കപ്പയ്ക്കായി വന്നു വെള്ളം വെക്കാൻ തീയെടുത്തിട്ട് ഇളക്കാം. പറിച്ചു വെച്ച മാങ്ങ പഴുത്തു. കുറച്ച് മാങ്ങ എടുത്ത് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകും. മാംഗോ കേക്ക്. ഈ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പൾപ്പ് അരച്ചെടുക്കുന്നു. മാങ്ങയുടെ തൊലി കളഞ്ഞ് ഇനി കട്ട് ചെയ്തിട്ട് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ഇത് 1/2 കിലോ മാങ്ങപ്പഴമുണ്ട്. ഇതിന് 1/4 കിലോ പഞ്ചസാര ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കും. മാങ്ങയ്ക്ക് പഞ്ചസാര ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. മാംഗോ പൊരി, മാംഗോ പൾപ്പ് അരച്ചിട്ടു. ഇനി ഇതിലേക്ക് മൈദ, ഓയില്, ബേക്കിംഗ് പൗഡർ, സോഡാപ്പൊടി ഇതൊക്കെ ചേർത്ത് ഇളക്കി
ഇതിലേക്കകത്തേക്ക് 2 ഗ്ലാസ് മൈദ ഇട്ടു. മൈദ ഇട്ടു, അതിനുള്ള ഉപ്പിട്ടു, ബേക്കിംഗ് പൗഡർ ഇട്ടു, സോഡാപ്പൊടി ഇട്ടു. ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കണം, 4 സ്പൂൺ, 25 ml. ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നു. ബാറ്റർ റെഡി. ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഓവനിൽ കേക്ക് ഉണ്ടാകും. ഈ കേക്ക് പാനിലേക്ക് ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്യുന്നു. ഇത് വെച്ച പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് നിറയ്ക്കുന്നു. ബാറ്റർ സെറ്റ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഇതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുന്നു. ഈസ്റ്റർ എന്ന അക്ഷരം വെച്ചിട്ടുണ്ട്. ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്ററിൻ്റെ കേക്ക്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് കേക്ക് ഉണ്ടോയെന്ന് നോക്കാം. അപ്പത്തിൻ്റെ മാവ് പുളിച്ച് പൊങ്ങി എന്നിട്ട് പിന്നെ താന്നു. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിളക്കി അപ്പം ദോശക്കല്ലിൽ ഒഴിച്ച് ചുട്ട് കള്ളപ്പം ആക്കാം. പഞ്ചസാര ഇട്ടു, അരച്ചത് മട്ടൻ കൂറിയ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ആവശ്യത്തിന് കട്ടിയുണ്ട്, തിക്കാണ്, കൺസിസ്റ്റൻസി ഇനഫ്. മൂന്ന് ചെറിയ അപ്പങ്ങൾ ഒരു ദോശക്കല്ലിൽ ഒരു സൈഡ് വന്നപ്പോൾ അടുത്ത സൈഡ് മുളച്ചിട്ട് ചീനച്ചട്ടിയിൽ ഒരു അപ്പം ഇടാം. എണ്ണ വെച്ചിട്ട് മാവ് വെച്ച് പരത്തി ഒരു അടപ്പുകൂടി മൂടി വെക്കണം.
ചീയപ്പം എടുത്തതായി ഇടുക. ചീനച്ചട്ടിയിൽ അപ്പം ഉണ്ട്. പാലപ്പം. ഇത് 2 കിലോ ചിക്കൻ ഉണ്ട്. ഇത് തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ, തേങ്ങ വറുത്തരച്ച് കറി വെക്കാനായിട്ട് ഉള്ള തേങ്ങ എടുത്തു. ഇനി ഇത് വറുത്തിട്ട് ഈ തേങ്ങ മൂത്ത് കഴിയുമ്പോൾ മുളക്, മല്ലി, മസാല ഇതൊക്കെ ഇട്ട് മൂപ്പിച്ച് അരച്ചെടുക്കുക. വീട്ടിൽ തേങ്ങ ഇട്ട് വറക്കുന്നു. തേങ്ങ ഗോൾഡൻ യെല്ലോ കളർ വരെ വറക്കാം. തേങ്ങ ചുമന്ന് തുടങ്ങി. ഇനി മുളക് പൊടിയൊക്കെ ഇടാം. തേങ്ങ ചുമന്നപ്പോൾ മല്ലിപ്പൊടി 4-5 സ്പൂൺ ഇട്ടു. മുളക് പൊടി 3 സ്പൂണ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു. കുറച്ച് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറിനുള്ള കളർ കിട്ടാൻ വേണ്ടി. മുളക് പൊടി വറുത്തു. ഇനി തീ കെടുത്തിട്ട് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാം. തീ കെടുത്തിട്ട് കുറച്ചും കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോവാതെ ഇളക്കി ഇടുന്നു. ചിക്കൻ ചേർക്കാനുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നു. സബോള അരിഞ്ഞെടുക്കുന്നു. എന്നിട്ട് വഴറ്റുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. സബോള അരിഞ്ഞു വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം വെച്ചിരിക്കുന്നു. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ സബോള ഇട്ട് വഴറ്റുന്നു. സബോളയിലേക്ക് കുറച്ച് ഉപ്പിടുന്നു. സബോള പറ്റുന്ന വഴന്ന് കിട്ടാൻ. ഈ തേങ്ങ വറുത്തതിന് കൂടി പാറി സബോള നോക്കുമ്പോഴത്തേക്കും ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കും. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിക്കുന്നു. ചിക്കൻ ഇട്ട് വേവിക്കുന്നു. ഇട്ടിട്ട് ഇളക്കി വേവിക്കുന്നു. അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് വരാൻ വേണ്ടി മൂടി വെക്കുന്നു. അരപ്പ് പൊടിച്ചെടുക്കും. വറുത്തരച്ചത് ഇളക്കി വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ചിക്കനകത്ത് വെള്ളം ഇറങ്ങി തിളച്ച് കഴിയുമ്പോൾ അരക്കുകയാണ്. നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് അരപ്പിട്ട് വെള്ളമൊക്കെ ഒഴിക്കണം. അരപ്പിളക്കി മിക്സാക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് തിളപ്പിച്ച് വെള്ളം കൂടെ ഒഴിച്ചു. 10 മിനിറ്റ് തിളച്ച് വേകാനായിട്ട് മൂടി വെക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ മെഴുക്കുവരട്ടിയാണ്. എണ്ണ ഒഴിച്ച് വിടായപ്പോൾ കടുകിട്ട് കുറച്ച് സബോള മെഴുക്ക്
മെഴുക്കകത്തേക്ക് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മെഴുക്കകത്തേക്ക് വേവിക്കും. പച്ചമുളക് കീറിയിട്ട് കുറച്ച് പൊടി ഇട്ടു ഇത് മൂടി വെച്ച് വെള്ളം വറ്റിച്ച് വേവിക്കും. ചിക്കൻ തിളയ്ക്കാൻ നമ്മൾ 10 മിനിറ്റായി. ഈ തീ എടുത്താൽ അപ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡി. ഇതിന് ചോറിന് കപ്പയ്ക്കും ഒക്കെ കൂട്ടാം. ചപ്പാത്തി അപ്പം കപ്പ ഏതിനുണ്ടെങ്കിലും കൂട്ടാണ് കറി. തേങ്ങ വറുത്ത ചിക്കൻ കറി, വറുത്തരച്ചിട്ട ചിക്കൻ കറി. ഇത് തീയെടുത്ത് ഒഴിക്കും. കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് തീയെടുത്തി. കാബേജും സയമൻസ ലീഫും കൂടെ തോരൻ വെക്കാനുള്ള സാധനങ്ങൾ: ഉള്ളി, ഇഞ്ചി, മുളക് ഇതൊക്കെ അരിഞ്ഞിട്ടു, സയമൻസ ലീഫ്, തേങ്ങ. ഇത് തോരനാക്കാം. കാബേജ് ഇട്ട് നെയ്യിലയാണ് ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഇളക്കാം. കാബേജിലേക്ക് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് ഇത് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. വെള്ളം പറ്റി കഴിയുമ്പോൾ തേങ്ങ ഇളക്കാം. ഒഴിച്ച് വേവിക്കണം. കാബേജിലേക്ക് ഇത് തേങ്ങ ഇളക്കണം. ഉഴുന്നരച്ചതിനകത്ത് കുറച്ച് ഉപ്പ്, മുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കി ഉഴുന്ന് വട ഉണ്ടാക്കും.